ഹായ് ഗൈസ്, രാത്രി 9 മണിയായപ്പോൾ എനിക്കൊരു പുതിയ ഒന്ന് വയനാട് കയറണമെന്നേ. അങ്ങനെ ഞാൻ നേരെ നമ്മളെ ചങ്ങായിനെ വിളിച്ചിട്ടോ. പണ്ട് നമ്മള് വണ്ടി നോക്കാൻ പോയ ചങ്ങായില്ലേ, ഓൻ തന്നെ ഓന്റെ ബുള്ളറ്റ് ആട്ടോ അത്. ഓൻ വണ്ടി എടുത്തേ ബുള്ളറ്റിന് മോളെ രാത്രി ഇങ്ങനെ ഈ സൗണ്ടും കേട്ട് പോകാനേ വേറെ രസം തന്നെ ആട്ടോ. അതൊരു സുഖം. ഇങ്ങനെ പോയിട്ടുള്ളവരുണ്ടെങ്കിലേ ഓൾക്ക് മനസ്സിലാവട്ടോ. അത് താമരശ്ശേരി വയനാടൊക്കെ ഉള്ളവരെ ഈ പള്ളിയാലത്ത് ആരും ഉണ്ടാവില്ല കേട്ടോ. പോകുന്നവരും വരുന്നവരൊക്കെ ഇവിടെ ചെറിയൊരു പൈസ കൊടുക്കട്ടോ. ആ മതം മറ്റേ മതം ഒന്നും ഇല്ല കേട്ടോ, എല്ലാവരും കൊടുക്കും. അത് അങ്ങനെ ബക്കറ്റും പിടിച്ചപ്പോൾ ഒരാളുണ്ടാവും. അങ്ങനെ എനിക്ക് ആഗ്രഹം തീർക്കാൻ ഞങ്ങൾ നേരെ ചെറുകെ കയറി നേരെ മേലോട്ട് പോയിട്ടോ. സമയം 10:30 ആയിട്ടോ. ഒരുത്തിന്റെ ചില ഏരിയയിൽ എത്തുമ്പോഴേ ഞങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അന്നേരം ഒരു പീടിയ വരാണ്ടേ. ഏതാണ്ട് മുകളിലെത്താൻ നേരത്തെ ഭയങ്കര ബ്ലോക്ക് കിട്ടോ. അതിവിടെ എപ്പോഴും ഉണ്ടാകുന്നല്ലേ, അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങൾ നേരെ വ്യൂ പോയിന്റ് നിർത്തിയാട്ടോ. പക്ഷെ അവിടെ വീഡിയോ എടുത്തൊന്നും കാണുന്നില്ല, നിങ്ങളെ കാണിക്കാൻ. അവിടെ നേരെ മുന്നോട്ട് വന്നേ. നമ്മൾ വയനാട്ടിലേക്ക് എൻ്റർ ആകുന്ന കവടത്തി അടുത്തൊന്ന് നിർത്തിയിട്ടോ വെറുതെ. അതിനുശേഷം നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിട്ടോ കരിങ്കണ്ടനെ കാണാൻ. ഈ നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ നല്ല കോടേന്റെ ഉള്ളിൽ നല്ല ലൈറ്റിങ്ങോട് കൂടി ഈ പള്ളിയാണ് എന്ത് രസാലേ. അങ്ങനെ നമ്മൾ നേരെ കരിങ്കണ്ടന്റെ അടുത്ത് എത്തിട്ടോ. എനിക്കിതൊന്നും വലിയ വിശ്വാസമില്ല, പക്ഷെ ഞാൻ ഇവിടെ ചങ്ങനെ ഇല്ലാത്ത കുറെ കഥയും പറഞ്ഞ് കുറെ പേടിപ്പിച്ചിട്ടോ. അവിടെ നമ്മൾ മാത്രമല്ല കേട്ടോ, ഇതുപോലെ കുറെ കപ്പിൾസും വേറെ ആൾക്കാരും ഒക്കെ നിർത്തുന്നുണ്ട്. അതിനുശേഷം ഞാനും ചെമ്മയും കൂടി ആടുള്ള ഏതോ ഒരു പാർക്കിലേക്ക് പോയിട്ടോ. ആടമ്പക്ക് വേണ്ട എല്ലാം ഉണ്ട് കേട്ടോ, ഹോട്ടലും അതും ഇതും മറ്റേ മറിച്ച് എല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങൾ പോയി ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോഴേ അവിടെ ഇനി ടിക്കറ്റ് ഒന്നും ഇല്ലോ. ഇനി നാളെ രാവിലെ ആണ് കേട്ടോ. ഞാൻ അവിടെ നേരെ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് കയറിട്ടോ. നമ്മളെ ഞങ്ങൾ ചെറിയ കൊടുക്കണം പറഞ്ഞ നിലവൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട താക്കാണ് ബുദ്ധനാട്ടോ. ആടെ ഇറങ്ങുമ്പോൾ നേരെ ചോക്ലേറ്റിന്റെ പിടിയൊക്കെ പോയിട്ടോ. നമ്മളെ ഞങ്ങൾ ഈ ചെറിയ കൊടുക്കണേ ചോക്ലേറ്റ് വേണമെന്നേ. ആയിക്കോട്ടെ. അങ്ങനെ ആടുന്ന് കുറെ ചുറ്റിക്കറങ്ങി ആടുന്ന ഒരു പെട്ടി ചോക്ലേറ്റ് വാങ്ങിയപ്പോൾ നേരെ അടുത്ത പിടി പോയിട്ടോ. ആടെ നമ്മൾ ചെങ്ങനെ കുറെ കിച്ചണൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ആടിലെ കിച്ചണൊന്നും നമുക്ക് ഇഷ്ടപ്പെടാത്തോണ്ട് ഈ കാണുന്ന ഒരു മുട്ടായി വാങ്ങിയപ്പോൾ നേരെ ഇറങ്ങിട്ടോ. പിന്നെ നമ്മൾ നേരെ പോയി ഹോട്ടലിൽ കയറി ഫുഡ് അടിച്ചിട്ടോ. സമയം 12 മണി എങ്ങാനായി. പിന്നെ നമ്മൾ ആടുന്ന് ഇറങ്ങി നേരെ വ്യൂ പോയിന്റ് കുറച്ച് വ്യൂ ആസ്വദിച്ച് അതും കഴിഞ്ഞ് നമ്മൾ വണ്ടിയിട്ട് നേരെ താഴെ ചുരത്തുമ്പോൾ പോയി ചായ കുടിച്ച് നേരെ വിട്ട് പൊറുക്കി. എന്നാ ശരി കേട്ടോ.